ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ രണ്ടാമത്തെ ദിവസമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. കടൽ തീരം മനോഹരം. എന്താ പ്രശ്നം? നമ്മുടെ ഇന്നത്തെ ഫുഡ് രാവിലത്തെ ബ്രെഡും മുട്ടയും, പാൻ കേക്ക്, കോഫി. ഇതിനെന്താ ശ്രീ പറഞ്ഞ ബട്ടറിന് ബാറ്റർ. അത് എന്താ സംഭവം ചോദിച്ചു. യു വാണ്ട് ബാറ്റർ അരി ഇതിനാണ്. എന്തായാലും ഇതുകൂടി ഇതിൻ്റെ മുകളിൽ വെക്കണം തോന്നുന്നു അല്ലേ? വെക്കല്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം, സിറപ്പ് സ്പ്രെഡ് ചെയ്യണം. സായിക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സാവി എങ്ങടെ പോകുന്നത്? വൈറ്റ് ബീച്ചിക്ക് അല്ലേ? അപ്പോൾ നമ്മളിതാ യാത്ര തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ബൈക്കിൽ. ഇനിയുള്ള യാത്ര ഫുൾ ബീച്ചിലേക്ക്. ഫസ്റ്റ് നമുക്ക് വൈറ്റ് ബീച്ച് പോകാം അല്ലേ? പിന്നെ ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലെ അല്ല. സ്കൂട്ടി എടുത്തിട്ടുണ്ട്. സാവി ലെറ്റ്സ് ഗോ. ബീച്ച് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം കേട്ടോ. അപ്പോൾ നമ്മൾ പഴം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കും നമ്മുടെ നാട്ടിൽ അതേ ഒരു കട പോലെ തന്നെ ഉണ്ട്. ഓക്കെ, പൈനാപ്പിള്, തണ്ണിമത്തൻ, പഴം, റോബസ്റ്റ പോലത്തെ പഴം. സെയിം നമ്മുടെ നാട്ടിലെ ഗ്രോസറി സ്റ്റോർ എങ്ങനെയാണ് അതേപോലെ, പലചരക്ക് കട എങ്ങനെയാണോ അതേപോലെ അതേ ഐറ്റംസ് തന്നെ. മാങ്ങ, ഉണക്ക മീനല്ല ശ്രേണി. ടെസ്റ്റ് പറഞ്ഞാൽ മുട്ട നോക്കിയപ്പോൾ ഇത് മുട്ടയാണിത്. അത് മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ആ കാണുന്നതാണ് ഇന്ത്യൻ ഹോട്ടൽ. ഇന്ത്യൻ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ അറബിക് ഫുഡിൻ്റെ ഒരു കോംബോ പ്ലസ് ഇവിടുത്തെ ഫുഡൊക്കെ കിട്ടും. അങ്ങനെയുള്ളൊരു ഹോട്ടലാണ്. അവിടെ നമുക്ക് എന്തായാലും കഴിക്കണം. ഞാൻ ബിരിയാണി അല്ല ശ്രേണി, ബിരിയാണി കഴിക്കണ്ടേ? നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ അല്ലേ പഴം കൊണ്ട് നമ്മൾ അല്ലേ സായിക്കുട്ടി. സാവി പിന്നെ വികൃതിയുടെ ഒരു ഇതാണല്ലോ. ഇത് സംഭവം ശ്രേണി നമ്മൾ 16 ദിനല്ല വാങ്ങിയത്. ഇത് 1.5 ലിറ്ററാണ്. അത് 16 പെസോനാണ് നമ്മൾ മന്ത്ലിയിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ അതെന്താ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ശ്രേണി. 32 പക്ഷേ ഇവിടെ 50. പിന്നെ മേ ബി ഇതൊരു ഐലൻഡ് അല്ല, അപ്പോൾ എല്ലാ സാധനങ്ങളും അവർക്ക് എത്തിക്കാണ്ടാവും. അതുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞ് സ്വയം സമാധാനിക്കുകയാണ്. നമ്മളിതാ ബീച്ചിലേക്ക് പോകണം. അതിന് മുമ്പ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒരു പഴവും വെള്ളം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ യാത്ര പോകുന്നുണ്ടോ. നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്, അനിവാൻ ബീച്ച്. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 100 മീറ്റർ നടക്കാനേ ഉള്ളൂ. സായിക്കുട്ടി, ഇതാണ് നമ്മൾ വന്ന സ്കൂട്ടർ കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് നടക്കാൻ കേട്ടോ. സാവി നമ്മളെവിടേക്കാണ് പോകുന്നത്? ബീച്ചിലേക്ക്. എവിടേക്കാണ്? ഒരു 100 മീറ്റർ നടക്കാണ്ട് മെയിൻ റോഡിൽ നിന്ന് ഇവിടേക്ക്. എന്താ പറയുക, സ്കൂട്ടറിൽ വേണം വരായിരുന്നു. പക്ഷേ ഈ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെയൊക്കെയുള്ള അഭ്യാസമൊക്കെ ഞങ്ങൾ 3 പേരെ എടുത്ത് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ വണ്ടി നിർത്തിയിട്ടാണ് മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം തന്നെ എത്തും. ആ ഒരു മറ്റേ പറഞ്ഞ പടം തീരുമ്പം കഴിഞ്ഞ് എത്തുന്നത്. ആദ്യത്തെ ബീച്ചിലെത്തിയിരിക്കുകയാണ്, അനിവാൻ ബീച്ച്. ഇത് പൊതുവേ ലോക്കൽസ് വരുന്ന ബീച്ചാണ്. ഞാൻ ടൂറിസ്റ്റ് ചെയ്യാം. നമ്മൾ വരുന്ന വഴിക്ക് ഒരു വൈറ്റ് ബീച്ച് കണ്ടിരുന്നു അല്ല ശ്രേണി. അവിടെയാണ് ടൂറിസ്റ്റ് വരിക. അവിടെ അങ്ങനെ പൊതുവേ ആളുകൾ കണ്ടോ കുളിക്കാനും അങ്ങനെയൊക്കെ നല്ലതാണ്. അധികം തിരക്കില്ല. ജീൻസി ആൾക്കാരുടെ ഫിലിപ്പീനികൾ തന്നെ ഉള്ളൂ. പിന്നെ നമ്മളും ഉണ്ട്. വേറെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ നല്ല ഭംഗിയുള്ള ബീച്ച് അല്ലേ? നല്ല ഭംഗി വെച്ചാൽ നീല കളർ. പിന്നെ അവിടെ സ്വിം ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം ഷാലോ വാട്ടേഴ്സാണ്, വൈബാണ്. നമുക്ക് എന്താ വെച്ചാൽ അധികം തിരക്ക് വേണ്ടാത്ത എന്നാൽ എന്താ പറയുക ഒന്ന് വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലം എങ്കിൽ ഇതാണ് നല്ലൊരു ഓപ്ഷൻ. കുറച്ച് തിരക്കുണ്ട്, കുറച്ചൊരു ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ആ ടൈപ്പ് വൈബ് ആണെങ്കിൽ അതാണ് നല്ലത്. ഇത് കുറച്ച് റിലാക്സ് ചെയ്ത് നല്ല വൈകുന്നേരം വന്നാൽ കുറച്ചുകൂടി രസം ഉണ്ടായിരിക്കില്ല ശ്രേണി. ഇപ്പൊ നല്ല വെയിലാണ്. നമ്മൾ ഉച്ച ടൈം ആയതുകൊണ്ട് ഇപ്പൊ നല്ല വെയിലാണ്. ഈവനിങ് കുറച്ചും കൂടി ഒരു റിലാക്സ് ചെയ്ത് വരാം. ആ ബീച്ചിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്ന കേട്ടോ. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുള്ളി പറയാൻ പറ്റില്ല. ഇയാൾ ബേസിക്കലി പഞ്ചാബിയാന്ന് തോന്നുന്നു. ഇന്ത്യൻ കം ഫിലിപ്പീൻസ് ഫുഡാണ് ഇവിടെ കിട്ടുക. അത് മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ഫുഡേ ഉള്ളൂ. നമ്മുടെ ദോശ അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്നാലും ഓക്കെയാണ്. ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ബിരിയാണി ആയിരിക്കണം. സായിക്കുട്ടിങ്ങനെ വിശന്നിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ സാവി? ബിരിയാണി പോരും കേട്ടോ. നമ്മൾ ചായ വിട്ടുണ്ട്. ഇവിടുത്തെ ചായ ഒന്ന് കുടിച്ചു നോക്കാം.
റൊട്ടി നമ്മുടെ ചപ്പാത്തി അല്ലേ ശ്രീനി? ചപ്പാത്തി ചിക്കൻ കറി. ചപ്പാത്തി ആണെങ്കിലും ഞാന് പോലെ ആ രണ്ടിൻ്റെ ഒരു ഇതാണ്. തൽക്കാലം അല്ലേ ചെറിയൊരു ഹാപ്പിനെസ് തോന്നില്ലേ ശ്രീനി? നമ്മളുടെ ഒരു ഫുഡിന്റെ പോലെങ്കിലും കണ്ടി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവോ അല്ലേ? ഇത് നമ്മുടെ ബാർബിക്യൂ ചിക്കനാണ്. ഇത് 150 പെസോ. ഇത് പിന്നെ ഫിഷാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ തിലാപ്പിയ ഫിഷാണ്. ഇതെന്ന് പറഞ്ഞാൽ മിൽക്ക് ഫിഷ്. അവർ വേറെന്തോ പേര് പറയുന്നുണ്ട്. ദ നെയിം ഓഫ് ദ ഫിഷ് ഈസ് ബാമൂസ്. മിൽക്ക് ഫിഷ് പാംപാൻസ്. ഇല്ല നമ്മുടെ തിലോപ്പിയ ഫിഷ് ഇത് പൊതുവെ എല്ലായിടത്തും കാണാറുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോലും പൊതുവെ തിലോപ്പിയ ഫിഷ് കാണാറുണ്ട്. നേരത്തെ റൂമിൽ വന്ന് കുറച്ചൊക്കെ കിടന്നു കേട്ടോ. കുറച്ച് ജലദോഷമുണ്ട്. വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും. വെയിൽ നല്ല കൊണ്ട് നീരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? നമ്മളെ കുറച്ച് റൂമിൽ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഏകദേശം സാവിയ നമ്മളിപ്പോൾ പോകുന്നത് വൈറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പോയി അവിടെ മാത്രമേ പോയി ആ ബീച്ചിൽ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ബീച്ച് ഉണ്ടല്ലോ. ഇനി നമ്മൾ പോകുന്നത് വൈറ്റ് ബീച്ചിലേക്കാണ്. വൈറ്റ് ബീച്ചിൽ നൈറ്റ് ലൈഫ് എല്ലാം അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടേ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് വൈബ് അടിച്ച് വരാം കേട്ടോ. നമ്മൾ അവിടെ ഫുള്ള് ബ്ലോക്കാ തോന്നുന്നു. ഇത് പറഞ്ഞ ഫുൾ പാർക്കിംഗ്. ഇപ്പോൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് പാർക്കിംഗ് ചെയ്തു. 50 പെസോ, അതായത് അറൗണ്ട് 80 റുപ്പീസ് ഒക്കെ അല്ലേ? 80 രൂപ കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തു. കാരണം ഇങ്ങോട്ടുള്ള വഴി മുകളിൽ ട്രാഫിക് ബ്ലോക്കാണ്. ഫുൾ പാർക്കിംഗ് ഫുൾ ലൈനാണ്. അപ്പോൾ നമ്മൾ ആളുകൾ പോകുന്ന വഴി കൂടെ പോകുന്നുണ്ട്. ഏകദേശം അടുത്ത് തന്നെയാണ് ബീച്ച്. അല്ലേ 100-200 മീറ്ററൊക്കെ കണ്ടുള്ളൂ. ഏത് വഴിയാണ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഇതാണ് മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ആൾക്ക് ചോദിച്ചപ്പോൾ. അപ്പോൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല നൈറ്റ് ലൈഫ് നല്ല അടിപൊളിയുള്ള വൈബൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ. ബീച്ചെത്തി തിരക്ക് നല്ല തിരക്കുണ്ട്. ചിക്കനല്ലേ ഉണ്ടാവുക. ഇത് പോർക്കാണ് തോന്നുന്നു. ചിക്കനോ ബീഫോ പോലെ തോന്നുന്നില്ല. പോർക്കായിരിക്കും. Sama-sama from Exodus. Another favorite for you guys. Like birds in the sky, like one hour, burn the split.
നമ്മുടെ ഷേപ്പിലല്ലേ മണലും കൊണ്ട് ഉണ്ടാക്കി വെച്ച് തോന്നുന്നു അല്ലേ? ഇവിടെ ഫോട്ടോ ഗാലറിയുടെ മണലുകൊണ്ട് ഉണ്ടാക്കിയത് അല്ലേ? ഏപ്രിൽ 17 ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ? ടേർട്ടിലും ഡോൾഫിനും 2 സൈഡിലും പിന്നെ ഒരു പോട്ടല്ല ഒരു കോട്ട പോലെ നടുവിൽ ഈ ഒരു ഐലൻഡിന്റെ പേര് ഫോട്ടോ ഗാലറി. മണലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ടേ അല്ലേ? എൻ്റെ ഒരു മെയിൻ പരിപാടിയാണ് എവിടെ പോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങുക. ഇവിടെ നിന്നും വാങ്ങാൻ താല്പര്യമുണ്ട്, എന്തായാലും നോക്കട്ടെ. ഒരു ഓർമ്മയില്ലേ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ ഫ്രിഡ്ജ് എന്നല്ല ശരിക്കും എനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അത് നമ്മുടെ ഒരു സാവി ഇതെന്താ സാവി സംഭവം? ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്താണ്? രസമുണ്ട് കേട്ടോ. ആ ഒരു സ്ഥലത്തിന് തന്നതായ എന്തെങ്കിലും കാര്യം വെച്ചിട്ടായിരിക്കും പൊതുവെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാവുക അതില് പൊതുവെ. സാവി ഫുള്ള് ചെക്ക് ചെയ്യാം. പാൻറ്റോ? ആർക്കാ പാൻറ്? സാവി ഫുൾ ഷോപ്പിങ്ങിലാണ്. ഇവിടെ പിന്നെ ലേഡീസ് ഐറ്റമാണ് ഫുള്ള്. ഓഫ് കോഴ്സ് എന്തായാലും ശ്രീനഗർ ഷോപ്പിംഗ് ആണല്ലോ. നമ്മൾ പിന്നെ വെറുതെ ഇത് ഒരു ഷർട്ട് ഒരു പാൻറ്റും കൊണ്ട് 3 ദിവസം കഴിക്കുന്ന ആൾക്കാരല്ലോ പൊതുവെ. നമ്മൾ ലേഡീസിനാണ് ഷോപ്പിംഗ് മെയിൻ. അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ, ഇനി അത് കേട്ടിട്ട് ആരും ഈ തലയിൽ കയറരുത്. അതിന് 30 പെസോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതെ, ഇത് ഫ്രഷ് ഫിഷ് കേട്ടോ. ഇത് ഏതാ വേണ്ടെന്ന് നമ്മൾ പറയാം, അവർ പുറകുന്ന ഓർഡർ ചെയ്യും, നമുക്ക് കഴിച്ചിട്ട് പോവാം. ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, മിക്കവാറും ഞാൻ ട്രൈ ചെയ്യും. ഏതൊക്കെ ഫിഷുകൾ നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫിഷുകൾ ഞണ്ടുണ്ട്.
കല്ലുമുക്കായ, ഞണ്ട്, പ്രോൺസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കൂന്തലില്ലേ, കൂന്തൽ ഒരു സംഭവമാണ്. ഇതിന്റെ പേര് വരുന്നത് കലാമരസ്. എന്താന്ന് പറഞ്ഞാണ് കഴിക്കുന്നത്. നമ്മുടെ ഷവർമ. സാവി ഷവർമ ഉണ്ടോ? കാശ് കൊടുക്ക് സാവി, കാശ് കൊടുക്ക്. ഉണ്ണിയപ്പം പോലത്തെ സംഭവം. ഉണ്ണിയപ്പം എന്നല്ല കേട്ടോ, എന്താ സാധനം എനിക്കറിയില്ല. പക്ഷെ സ്വീറ്റാണെന്ന് തോന്നുന്നു ശ്രേണി. അവർ അതൊക്കെ ഒഴിക്കുന്നുണ്ട്. ആ, ട്രൈ ചെയ്ത് നോക്കണോ? ഉണ്ണിയപ്പം പോലെ തന്നെ മറിച്ചിട്ട് നോക്കണ്ട്. അങ്ങനെ നമ്മൾ വൈറ്റ് ബീച്ചിൽ നിന്ന് 7-Elevenക്ക് പോകുന്നു കേട്ടോ. ഇവിടെ വൈറ്റ് ബീച്ചിൻ്റെ അടുത്തുള്ള 7-Eleven 7-Eleven നമുക്ക് ഭയങ്കര ഉപകാരമാണ്. നമ്മൾ മല്ലേന്ന് അങ്ങനെ കണ്ടിരുന്നു. കാരണം ഭയങ്കര ചീപ്പാണ് പൊതുവെ. പിന്നെ ഇവിടെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് കിട്ടും. നേരത്തെ വൈറ്റ് ബീച്ചിൽ നമ്മളധികം ഞാൻ കഴിച്ചു, കുറച്ച് ശ്രേണിയും കുട്ടിക്കൊന്നും അധികം കഴിക്കാൻ പറ്റിയില്ല. അവർക്ക് ആ ഒരു ടൈപ്പ് ഐറ്റംസ് ഇഷ്ടമായില്ല. പിന്നെ കോൾഡ് കോഫി ഉണ്ട് ഇവിടെ. നമ്മൾ പൊതുവേ കോൾഡ് കോഫിയാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കുടിക്കാറ്. കാരണം നമ്മുടെ നാട്ടിലത്തെ ചായയും കാപ്പിയൊന്നും കിട്ടാത്തതുകൊണ്ടേ കോൾഡ് കോഫി കുറച്ചുകൂടി ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് വാങ്ങി നേരെ റൂമിൽ പോവാച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് റൂമിൻ്റെ ബാക്കി രാത്രി നൈറ്റ് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേയുടെ രാത്രിയിലെ കാഴ്ചകൾ കേട്ടോ. അവർ നല്ല സെറ്റപ്പിലാണ്. നൈറ്റ് ആകുമ്പോൾ പിന്നെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ കടൽ തീരായതുകൊണ്ട് തന്നെ നല്ല കാറ്റാട്ടോ. അവർ ആ ഒരു കൊടിയൊക്കെ കിട്ടിയിരിക്കുന്ന ആടുന്നുണ്ടോ, ആ വൈറ്റ് കൊടിയൊക്കെ നല്ല. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയറ്റാണ്. അയ്യോ, നമ്മൾ വന്ന ടൈമിലൊക്കെ കാരണം അത് കുത്തനെയെന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റാണ്. നമ്മൾ ഈ ബാഗും പിടിച്ചത് കയറുമ്പോൾ തന്നെ നമ്മുടെ ഒരു പരുവായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പോൾ നാളെ നമ്മൾ വേറെയും കുറച്ച് കാഴ്ചകളിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഊഞ്ഞാലൊക്കെ പോയി കിടക്കാൻ തോന്നണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്